everyone, so welcome to Adi's Little World. ഇന്നത്തെ ദിവസം നമ്മുടെ റേ ബേബിയുടെ ബർത്ത്ഡേ ആണ്, 3rd ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങളൊരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മൊത്തത്തിൽ ഒരൊറ്റ വ്ളോഗായിട്ടാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. വിളി തുടങ്ങി അപ്പുട്ടി അപ്പുട്ടി ഹാപ്പി ബർത്ത്ഡേ ആയോ? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ താങ്ക് യു പറയൂല. അപ്പു ഇന്ന് മൊത്തത്തിൽ തിരിഞ്ഞിരിക്കുകയാണ്. അവനൊരു ഉറക്കച്ചടവുണ്ട്, പ്ലസ് നമ്മൾക്ക് എന്താകും എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പം ഓൺ ദ വേ ആണ്, ഞങ്ങള് ഇറങ്ങാൻ പോണു. ഹാപ്പി ബർത്ത്ഡേ പറയൂ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ അവൻ തിരിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയും, അതാണ് അവൻ. അപ്പോ ഞങ്ങളിത് എന്തായാലും ഇറങ്ങാൻ പോവാണ്. ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണേ, അപ്പം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കേക്ക് എടുക്കാനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ കേക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, നമ്മളുടെ കറക്റ്റ് എന്ത് തീമായിരുന്നോ ഞാൻ പറഞ്ഞത്, അങ്ങനെ തന്നെ ഇത്ര കറക്റ്റായിട്ട്. ഇതും ഹാൻഡ് മെയ്ഡ് ആണോ? ഇതും ഹാൻഡ് മെയ്ഡ് അല്ലേ? അത് ആക്ച്വലി കഴിക്കാമല്ലേ കുട്ടികൾക്ക്? ഓ അതെ, ഇതുണ്ടോ? ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ ഇതൊക്കെ എഡിബിൾ ആണേ. കറക്റ്റ് നമ്മളുടെ തീമിൻ്റെ അതിനകത്തുണ്ടായിരുന്ന സെയിം സാധനമാണ് ചെയ്തേക്കുന്നത്. ഒരു 2 ടയർ കേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൻ കാറിലിരുന്ന് ഉറങ്ങും, പക്ഷെ ഉറങ്ങുന്നത് നന്നായി. ഇത് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ പൊളിച്ചേനെ. അതുകൊണ്ട് കാണിക്കാതെ എന്നെ കൊണ്ടുപോകണം. സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. നമ്മളുടെ ഫ്ലേവർ ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് ഫ്ലേവർ, ബെൽജിയം ചോക്ലേറ്റ്. ഞാൻ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് വൈറ്റ് കേക്ക് തന്നെ മതി എന്നുള്ളത്. അപ്പം അത് അങ്ങനെ തന്നെ ചെയ്തു. തന്നെ ഇവിടെ കപ്പ് കേക്ക്സ് ഉണ്ട്. കപ്പ് കേക്ക്സിൽ കുറേ അധികം ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പറയാം? ക്യാരമല്, അതുപോലെ തന്നെ സ്ട്രോബെറി ചോക്ലേറ്റ്, പിന്നെ ജസ്റ്റ് ചോക്ലേറ്റ് തന്നെ. ഓക്കെ, സോ എന്തായാലും ഈ കേക്ക് കഴിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ ഈ വീഡിയോയുടെ ബാക്കി എന്തായാലും ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇങ്ങനെ കേക്ക്സ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ മഗ്ദ ബേക്കേഴ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നല്ല ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം കേക്കൊക്കെ എടുത്തു, കേക്ക് സെറ്റാക്കി വെച്ചിട്ട് ഹോട്ടലിൽ ഇവിടെ ഡെക്കോർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എസ്തെറ്റേ എന്ന് പറയുന്നത് ഞാൻ അപ്പൂൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേയും അവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഓർഡർ നമ്മൾ ജസ്റ്റ് ഏത് ഡിസൈൻ നമുക്ക് വേണം, ഏത് തീം വേണം എന്നുള്ളത് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കാൻ പറ്റും. ഓർഡർ പ്ലേസ് ചെയ്താൽ അത് നമുക്ക് ഒരു 1 ഡേയിൽ തന്നെ ഡെലിവറി ആവുമേ. ഭയങ്കര ഈസിയാണ് നമുക്കിത് ചെയ്യാൻ. അപ്പോൾ ഇത് ഈ കവർ ഇങ്ങനെ നമ്മൾ മാറ്റുന്നു. കണ്ടോ, റേ ടേൺസ് 3. അപ്പൊ നമ്മുടെ ബാക്ക് ഡ്രോപ്പ് ഇവിടെ ഒറ്റയടിക്ക് ഇതേ റെഡി ആയിരിക്കുവാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുപോലെ അവരുടെ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ബലൂൺസ് ആണെങ്കിലും ഈ കളർ തീമിൽ, അതുപോലെ തന്നെ നമ്മൾ ഹാങ് ചെയ്യുന്ന സംഭവങ്ങൾ, ബലൂൺ വീർപ്പിക്കാനുള്ള പമ്പ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കാണ്. സോ വെരി ഈസി. നമുക്കൊരു ഹാഫ് ആൻ അവർ തന്നെ നമ്മളുടെ ഡെക്കോർ സെറ്റാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഡയനെ അമ്മിങ്ങനെ എത്തി, അവർ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പെട്ടെന്ന് സെറ്റപ്പ് ആക്കി കേട്ടോ കംപ്ലീറ്റ് ഡെക്കറേഷൻ. എൻ്റെ കസിൻ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് പരിപാടികൾ സെറ്റപ്പ് ആക്കാൻ പറ്റി. നല്ല രസമില്ലേ? ഓവറോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ ലുക്ക്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല നിറഞ്ഞു നിന്നു. കുറച്ച് ബലൂൺസ് എക്സ്ട്രാ മേടിച്ചു. ആ പാക്കറ്റിനകത്ത് ഇത്രയും കവർ ചെയ്യാനുള്ള ബലൂൺസ് ഇല്ലായിരുന്നു. ബലൂൺസ് കുറച്ച് എക്സ്ട്രാ എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ടേബിളും ബാക്കി സെറ്റപ്പും ഒക്കെ അറേഞ്ച് ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. സോ നമ്മളുടെ സ്റ്റേജ് ഓൾമോസ്റ്റ് സെറ്റ് ആക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ എല്ലാവരും കൂടെ പ്രയത്നിച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു എസ്തെറ്റേ എന്ന് പറയുന്ന ഈ ഒരു പേജിൻ്റെ അവർ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തരുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിരുന്നു നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ. ആൻഡ് അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ഒരു റിട്ടേൺ ഗിഫ്റ്റ്
സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻഡിൽസ് ആണ് കേട്ടോ, നോറ ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് തന്നെ റിട്ടേൺ ഗിഫ്റ്റ് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം, ഇത് അറേഞ്ച് ചെയ്യാൻ പോവാണേ. കണ്ട, ഇതാണ് സംഭവം സെറ്റ് ആക്കിയിട്ടുള്ളത്. ബർത്ത്ഡേ. അപ്പം ഇത് നമ്മളിവിടെ ഇപ്പം ഞാനിങ്ങനെ അറേഞ്ച് ചെയ്യാൻ പോവാണേ. സോ നമ്മൾ റോസ് ഫ്ലേവറിലാണ് ഈ ക്യാൻഡിൽസും ചെയ്തിരിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ നല്ല മണം, ഭയങ്കര മണം, അടിപൊളിയായിട്ടുണ്ട്. സോ നോറ ക്യാൻഡിൽസ്, ഞാൻ ഇവരുടെ പേജും താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ക്യാൻഡിൽസ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവരുടെ പേജിൽ കയറിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇതുപോലെ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ സെറ്റപ്പ് ആക്കണമെങ്കിൽ അവരുടെ പേജ് നമുക്കൊരു ബൾക്ക് ഓർഡർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ചെയ്തു തരും കേട്ടോ. ദേ നിൽക്കുന്നു അമ്മി, ദേ നിൽക്കുന്നു അനന്തു. എവിടെ അനന്തുനെ കാണിക്ക്. അനന്തുവാണ് എന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോഷൂട്ട്സിലെയും ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരുന്ന എന്റെ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട് കം എന്റെ ട്രാവൽ പാർട്ട്ണറാണ്. ഞാൻ പോകുന്ന മറ്റേ മലയിൽ നിന്നൊക്കെ പോകുമ്പോഴല്ല എന്നെ അനന്തുവാണ് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. ഡയാന ഹമീദ്. ഡയാനയാണ് ഇവിടെ പണിയെടുക്കാൻ വന്ന ആള്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോയിട്ട് അമീനെ കൊണ്ട് പണിയെടുക്കും. പിന്നെ എന്റെ കസിൻ ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ നല്ല രസം. ഇനി നിങ്ങൾക്ക് കേക്ക് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. അപ്പൊ കേക്ക് കൂടെ സെറ്റപ്പ് ആക്കി വരുമ്പോ അടിപൊളിയായിരിക്കേ. അപ്പൊ ശരി, ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ. എനിക്ക് ഡ്രസ്സ് മാറണം. ഡ്രസ്സ് മാറി സെറ്റ് ആക്കിയിട്ട് വരാം. അയ്യോ, ഒന്നുകൂടെ കാണിച്ചോ. കാണിച്ചോ. അപ്പൊ ഇതാരാ? പൈലറ്റ് ആണോ? ആണോ? എവിടെ? എയർ ഹോസ്റ്റസ് ഒന്നും ഇല്ലേ? എവിടെ എവിടെ എവിടെ? ഞാനിതിൻ്റെ ഉള്ളിൽ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്കും അപ്പൂൻ്റെ എൻട്രി ഒക്കെ ആയി. നിങ്ങൾ കണ്ടല്ലോ. പേരൻസും എൻ്റെ ഫാമിലിയും അതുപോലെ ഡയാന അമ്മീനും മാത്രമേ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അമ്മീനും അപ്പും കൂടി പൈലറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഭയങ്കര ഫൈറ്റൊക്കെ ആയിരുന്നു. കുറേ നാളിന് ശേഷമാണ് അവൻ ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്ഡ ബേക്സിലെ കേക്ക്. ഞാൻ കേക്ക് നേരത്തെ തുടക്കത്തിൽ കാണിച്ചല്ലോ. കപ്പ് കേക്കും അതുപോലെ നമ്മൾ കുറച്ച് പോപ്കോൺസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു. കേക്കിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയണം. ഭയങ്കര മോയിസ്റ്റ് ആൻഡ് സ്വീറ്റ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. എനിക്ക് ആ കേക്ക് നമ്മൾ പറഞ്ഞ തീം അതേപോലെ ചെയ്തു തന്നതിൽ ആക്ച്വലി ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. നോക്കൂ, ആ ബാക്കിൽ കാണുന്ന ബാനറും കേക്ക് ടോപ്പറും എല്ലാം ഒരേപോലെ തന്നെ അവർ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തന്നു. ആൻഡ് കേക്കിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് ചെയ്യാണ്. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ നിന്ന് ഭയങ്കര രസമായിരുന്നു. അവൻ ഫോട്ടോയ്ക്കൊക്കെ അത്യാവശ്യമൊക്കെ പോസ് ചെയ്ത് തന്നു. പിന്നെ രാജുവിൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡയാന അമ്മീനൊക്കെ ആയിട്ടുള്ള ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ അനുമോള് വന്നു. പിന്നെ ബാക്കി ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും, രാജീവിൻ്റെ എൻ്റെയും ലുക്ക് ഇതായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കുറേ സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മിസ് ഔട്ട് ചെയ്തു എടുക്കാനായിട്ട്. ഇത്രയൊക്കെ നമ്മളല്ലാണ്ട് ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി അപ്പൂൻ്റെ ഡ്രസ്സ് നമ്മൾ മാറ്റിയത് ഈ ഒരു ആ കുട്ടിയുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഈ ഒരു സൂപ്പർമാൻ്റെ ഡ്രസ്സാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡയാനയുടെയും മമ്മീൻ്റെയും ഗിഫ്റ്റാണ് ഇപ്പോൾ അപ്പൂന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴേക്ക് അനു വന്നു. അനുവിൻ്റെ ഒന്നും വീഡിയോ ആക്ച്വലി എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തെ ഒരു തിരക്ക് കാരണം. പിന്നെ എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിലേറ്റീവ്സായിട്ട് എൻ്റെ ചേച്ചിയും ഫാമിലി അല്ലാതെ വേറെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാജീവിൻ്റെ അമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നു, ഞങ്ങളുടെ വകയുള്ളൊരു ഗിഫ്റ്റ്. എല്ലാം ടോയ്സ് ആയിരുന്നു. എല്ലാം ഒരു ദിവസം കൊണ്ട് അടിച്ച് പൊട്ടിക്കാനുള്ള സാധനങ്ങളാണ് അവർ. പക്ഷേ സ്റ്റിൽ അത് നമ്മൾ എന്താ പറയുക, അവനൊരു സന്തോഷം. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഗിഫ്റ്റെല്ലാം മേടിച്ച്. ഇനി എൻ്റെ നീസ്, എൻ്റെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ ഇതൊക്കെ. ഇവർ രണ്ടുപേരും
അപ്പോൾ അവരുടെ ഗിഫ്റ്റൊക്കെ കിട്ടി, അവരുമായിട്ടൊക്കെ ഒരു ഫോട്ടോ എടുപ്പിച്ച് അങ്ങനെ അപ്പു ആൾ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര നല്ല രീതിയിൽ തന്നെ ആ ഒരു ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. കുറച്ച് പേരായിട്ടാണെങ്കിലും നല്ലൊരു ഹാപ്പി മൊമെൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെക്കോറും കേക്കും കാര്യങ്ങളും ഒക്കെ മേടിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ രാത്രി വീട്ടിലേക്ക് ചെന്നു, കുറച്ച് വഴക്കും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവന് കിട്ടിയ ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. എല്ലാം കുറേ ടോയ്സ് ആയിരുന്നു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ അധികം ടോയ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ ബൈ, സീ യു.